ഫത്തഹ് മക്ക ബിലാൽ റളിയല്ലാഹുവിൻ്റെ ദിവസമായിരുന്നെങ്കിൽ, ബദർ ഹംസ റളിയല്ലാഹുവിൻ്റെ ദിവസമായിരുന്നെങ്കിൽ, ഖന്തഖ് സൽമാൻ റളിയല്ലാഹുവിൻ്റെയും, ഉഹുദ് അത് ത്വൽഹ റളിയല്ലാഹുവിൻ്റെ ദിവസമായിരുന്നു എന്ന് പണ്ഡിതന്മാർ പറയാറുണ്ട്. പ്രവാചകൻ പറയുന്നു, ഉഹുദ് യുദ്ധത്തിൽ ഞാൻ എവിടേക്ക് തിരിഞ്ഞാലും എൻ്റെ വലതുഭാഗത്ത് ജിബീലും ഇടതുഭാഗത്ത് ത്വൽഹ ബിൻ ഉബൈദില്ല റളിയല്ലാഹുവുമായിരുന്നു. ശത്രുക്കളുടെ അക്രമത്തിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും അനുചരരും തോൽവി പിണഞ്ഞ ഉഹുദ് യുദ്ധത്തിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തൻ്റെ ജീവൻ നൽകിയും സംരക്ഷിച്ച ത്വൽഹ ബിൻ ഉബൈദില്ല റളിയല്ലാഹുവിൻ്റെ മനോഹരമായ കഥയാണിന്ന്. ശത്രുക്കൾ പ്രവാചകനെതിരെ എഴുത 80ഓളം അമ്പുകൾ തൻ്റെ ശരീരം കൊണ്ടും കൈകൊണ്ടും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ നിന്ന് നെഞ്ചിലേറ്റുവാങ്ങിയ ഒരു അനുചരൻ യുദ്ധം അവസാനിക്കാറായപ്പോഴേക്കും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും എടുത്തുകൊണ്ട് ഒരു മലഞ്ചെരുവിലേക്ക് ഓടുകയാണ് ത്വൽഹ റളിയല്ലാഹു അൻഹു. അവിടേക്ക് തടിച്ചുകൂടിയ സ്വഹാബാക്കളോട് പ്രവാചകൻ പറയുന്നത്, എനിക്കൊന്നും പറ്റിയിട്ടില്ല, നിങ്ങൾ ത്വൽഹയെ നോക്കൂ എന്നതായിരുന്നു. യുദ്ധാവസാനം 25ലധികം ആഴത്തിലുള്ള മുറിവുകൾ ശരീരത്തിലാകെ ഉണ്ടായിരുന്നു. എന്നിട്ടും അത്ഭുതകരമായി ത്വൽഹ റളിയല്ലാഹു അൻഹു ജീവിതത്തിലേക്ക് വരികയാണ്. ആ നിമിഷത്തിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇത് ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയാണ്. ആ യുദ്ധത്തിലെ രക്തസാക്ഷിത്വ പദവി പോലും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ത്വൽഹ റളിയല്ലാഹു അൻഹുവിന് നൽകുകയാണ്. ഇന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ധീരനായ സമ്പന്നനായ ത്വൽഹ ബിൻ ഉബൈദില്ല റളിയല്ലാഹു അൻഹുവിൻ്റെ മനോഹരമായ കഥയാണ്.